വാണിയംകുളം പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിൽ വൻ അഴിമതിയെന്ന് ബിജെപി. അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന് ബിജെപി ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ആവശ്യപ്പെട്ടു. ബിജെപിയുടേത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പ്രതികരിച്ചു. വാണിയംകുളം പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരുടെ ഇന്റർവ്യൂവിൽ 421 പേർ പങ്കെടുത്തതായി ബിജെപി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പലരും അംഗൻവാടി വർക്കർ എന്ന നിലയിൽ മുൻപരിചയമുള്ളവരും മാനദണ്ഡങ്ങൾ അനുസരിച്ച് അർഹതയുള്ളവരുമാണ്. എന്നാൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി CPM സ്വജനപക്ഷപാതവും രാഷ്ട്രീയവൽക്കരണവും നടത്തിയാണ് ആ ലിസ്റ്റ് തയ്യാറാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും പാർട്ടിക്കാർക്കും വേണ്ടിയാണ് അംഗൻവാടി വർക്കർ ഇന്റർവ്യൂ നടത്തിയതെന്ന് BJP ആരോപിച്ചു. ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളെ CPMഉം പഞ്ചായത്ത് ഭരണപക്ഷവും വഞ്ചിച്ചു. ഇതിനെതിരെ BJP മെമ്പർമാർ CDPOയ്ക്ക് പരാതി നൽകിയിരുന്നു. ബോർഡ് യോഗത്തിൽ പരാതിയും വിയോജനക്കുറിപ്പും നൽകുകയുണ്ടായി. എന്നാൽ ധാർഷ്ട്യത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ മാസം BJP വാണിയംകുളം പഞ്ചായത്ത് ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളെ അണിനിരത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയിരുന്നു. ജില്ലാ കളക്ടർക്കും കേരള ഗവർണർക്കും പരാതി നൽകുകയും ചെയ്തു. ഇതുവരെ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട വിജിലൻസിനും ഉന്നത അധികാരികൾക്കും പരാതി നൽകും. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് വ്യക്തമാക്കി. നിലവിൽ ഈ സമയം വരെ ആ വിഷയത്തിൽ കാര്യമായിട്ടുള്ള മേൽ നടപടികളൊന്നും കൈക്കൊള്ളാൻ ഉന്നതാധികാര സമിതിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു നിയമനം വരണമെങ്കിൽ അംഗനവാടി വർക്കർ ആവുവാനോ ഹെൽപ്പർ ആവുവാനോ CPMൻ്റെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുടെ ബന്ധു ആകണമെന്നോ CPMൻ്റെ LC സെക്രട്ടറിയുടെയോ വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ ബന്ധുവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതലകൾ വഹിക്കുന്നവരോ ആകണം എന്നുള്ള ഒരു ദുരവസ്ഥയിലേക്കാണ് നിലവിൽ ഇവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുക്കൾ 3-4 പേരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിലുള്ള ആളുകൾ അവരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളുകൾ. BJP വാണിയംകുളം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ AP പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജ്, ജില്ലാ കമ്മിറ്റി അംഗം K ഗോപിനാഥ്, മണ്ഡലം സെക്രട്ടറി P വിജു തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം BJP തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന് യാതൊരുവിധ റോളുമില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ പ്രതികരിച്ചു. പഞ്ചായത്തിൽ ഹെൽപ്പർ നിയമനമല്ല നടന്നത്, പഞ്ചായത്തിൽ നടന്നത് വർക്കർ നിയമന. BJPയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. അവരത് വെച്ച് വെറുതെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിനെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കണ്ടുകൊണ്ടുള്ള ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.